പതിരകൾ ശോഷിച്ചു പോവുകയും തുടയ്ക്ക് അമിതമായി നീര് കയറി വണ്ണം വെക്കുകയും തുടയുടെ ഉൾഭാഗങ്ങളെ പൊട്ടി ഒലിക്കുകയും ചെയ്യുന്ന രോഗിയെ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സുലലിയ. സ്തുതിയുടെ ഹല്ലേലൂയ. പിൻകഴുത്ത്, നമ്മുടെ പിൻകഴുത്തിൻ്റെ താഴെ കാണുന്ന 3-4 ഉണ്ടകൾ പോലെയുള്ള നട്ടലിൻ്റെ മേൽഭാഗം, അത് നമ്മൾ തടവുകയാണെങ്കിൽ കയ്യിലത് തടയും. അത് അസ്ഥി പോലെ ചില ആൾക്കാർക്ക് ഇങ്ങനെ മുഴച്ചുകൊണ്ട് നിൽക്കുക. ഈ രോഗങ്ങളിൽ അവിടെ എന്തോ ദ്രവിപ്പോ അല്ലെങ്കിൽ വേദനയോ ഉണ്ടാകുന്ന രോഗികളുണ്ട്. അത് വരുമ്പോൾ തലക്ക് ഭയങ്കര കഴപ്പായിരിക്കും, തല നേരെ നിൽക്കാത്ത വിധത്തിൽ വിഷമം ഉണ്ടാവും. ആ വ്യക്തികൾ കർത്താവ് ഇപ്പോൾ സ്പർശിച്ചു കൊണ്ടിരിക്കുന്ന സുഖലലിയ. കർത്താവ് രക്തസ്രാവക രോഗികളെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. അങ്ങനെ രക്തസ്രാവമായിട്ടൊരു ബന്ധമുള്ളവർ അടിവയറ്റ് കൈവച്ചുകൊണ്ട് സ്തുതിക്കേണ്ടതാണ്. ഇപ്പോഴേ നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ കൈകളിങ്ങനെ മാംസം ഇങ്ങനെ കൂടിയിട്ട് ഇങ്ങനെ വള കിടക്കണ പോലെ നീര് കൈ ഞാടികളിൽ കിടക്കുന്നവരുണ്ട്. മാംസവും വളർന്ന് വള പോലെ ഇങ്ങനെ ചുറ്റി കിടക്കണ പോലെ കാണുന്നു. ആ വ്യക്തികളെ കർത്താവ് സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് കർത്താവായ ദൈവമേ, തൈറോയിഡ് രോഗങ്ങള്, ടോൺസൈറ്റ് രോഗങ്ങള് ഇപ്പോൾ സ്പർശിക്കണമേ. ക്യാൻസർ രോഗികളെ ഇപ്പോൾ സ്പർശിക്കണമേ. കരൾ രോഗികളെ ഇപ്പോൾ സ്പർശിക്കണമേ. കിഡ്നി രോഗികളെ ഓ ദിവ്യകാരുണ്യമേ ഇപ്പോൾ സ്പർശിക്കണമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കരൾ രോഗികള് നെഞ്ചും കൂമ്പിനും, ഹൃദയ രോഗികള് കൈ ഇടതുവശത്തും കൈവെക്കുക. കരൾ രോഗികൾ നെഞ്ചും കൂമ്പിനും, ഹൃദയ രോഗികൾ ഇടതുവശത്തും കൈവെക്കുക. ഈ ശുശ്രൂഷയിൽ അന്യ സംസ്ഥാനങ്ങളിലും ജില്ലകളിലും വിദൂര രാജ്യങ്ങളിലും ഇരുന്നുകൊണ്ട് കൂടുന്നവരെല്ലാം രോഗികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധപ്പെട്ട മറ്റ് രോഗികൾക്ക് വേണ്ടി നിങ്ങളുടെ ശരീരത്തിന് അതേ ഭാഗത്ത് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കാവുന്നതാണ്. ഈശോയ്ക്ക് വിശ്വാസത്തിൻ്റെ അടയാളം മാത്രമാണ് ഈ കൈവെപ്പുകളെല്ലാം. ഈ കൈവെപ്പുകളെല്ലാം ചെയ്യണത് വിശ്വാസത്തിൻ്റെ അടയാളമാണ്. നിങ്ങളുടെ ബന്ധുക്കളോ സ്വന്തപ്പെട്ടവരോ, ഇത് കൃപാസനമാണ്. അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അനേകരെ ലക്ഷ്യങ്ങളെ സുഖപ്പെടുന്ന സ്ഥലമാണ്. നിങ്ങളെ ബന്ധപ്പെട്ടവരെ, നിങ്ങളെ മനസ്സിൽ ഓർക്കുന്നവരെ, നിങ്ങൾ എവിടെ ആയിരിക്കുന്നുവോ അവിടെ രോഗമുള്ള സ്ഥലങ്ങളിലേക്ക് നിന്റെ കൈകളെ വെക്കുക. നിന്റെ ഹൃദയ രോഗികളെ ഹൃദയത്തിലും, കരരോഗികളെ നെഞ്ചിൻ്റെ കൂമ്പിനും, കിഡ്നി രോഗികളെ പതകിനും കൈവെക്കുക. കിഡ്നി രോഗികളെ പതകിനും കൈവെക്കുക. ശ്രുതിയുടെ കർത്താവേ, ശ്രുതിയുടെ ഹല്ലേലൂയ. കർത്താവേ, വിശുദ്ധ രക്തത്താൽ ഓരോ മകനും കർത്താവേ ഞങ്ങളുടെ രോഗങ്ങളും ഞങ്ങൾ ആർക്ക് വേണ്ടി ഉദ്ദേശിക്കുന്നുവോ അവരുടെ രോഗങ്ങളും യേശു നാമത്തിലെ കർത്താവെ 32 കൊല്ലം അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസനം അത്താര പ്രത്യയുടെ മാതാവിന്റെ മധ്യത്വത്തിലെ യേശു നാമത്തിലെ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. രോഗമില്ല മാറിടട്ടെ, കഷ്ടമില്ല നീങ്ങിടട്ടെ. ഇരുമുറിവിനാൽ സുഖപ്പെടട്ടെ, ഇരുമുറിവിനാൽ സുഖപ്പെടട്ടെ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് വീണ്ടും മക്കളില്ലാത്തവർ അടിവയറ്റിൽ കൈവെക്കട്ടെ. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധുക്കൾക്ക് വേണ്ടിയും ഇതേ ശുശ്രൂഷ ചെയ്യാവുന്നതാണ്. ഈ കൈവെപ്പെല്ലാം നമുക്കറിയാമല്ലോ, സഭയുടെ അനാദികാലം മുതലുള്ള ദൈവാനുഗ്രഹത്തിൻ്റെ മാധ്യമ അനുഷ്ഠാനമാണ് കൈവെപ്പ്. ആ കൈവെപ്പ് ഇപ്പോൾ നിങ്ങൾ വെക്കുന്ന ആരെ ഉദ്ദേശിച്ചിട്ടാണ്? നിങ്ങളുടെ മകള് ചിലപ്പോൾ ഇവിടെ ഉണ്ടാവത്തില്ല, അവൾ ചിലപ്പോൾ കുവൈറ്റിലോ അന്യനാട്ടിലോ ആയിരിക്കും, പക്ഷെ അവൾക്ക് മക്കളില്ല. നിങ്ങൾ അവളെ ഓർത്തുകൊണ്ട് നിങ്ങളുടെ അടിവയറ്റിൽ കൈവെക്കണം. കാര്യം എന്താണ്? അവൾ ഓർക്കുമ്പോൾ നിങ്ങൾ കൈവെക്കണത് ആരുടെ നാമത്തിലാണ്? യേശു നാമത്തിലാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, യേശു നാമത്തിൽ ഞങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് മക്കളില്ലാത്ത ദമ്പതികൾക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവർക്ക് ഈ നിമിഷം അങ്ങ് നൽകുന്ന കുഞ്ഞുമായി ഈ അൾത്താറയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തുവാൻ ഈശോ അനുഗ്രഹിക്കണമേ. ശ്രുതിയുടെ ഹല്ലേലൂയ. അഭിഷേകമേ, ഓ അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. വലിച്ചിൽ രോഗം എന്താണെന്ന് അച്ഛന് മനസ്സിലാവണില്ല. അതായത് വലിച്ചിലെന്ന് പറയണത് അകത്തുള്ള ഞരമ്പുകളുടെ വലിച്ചിലാണ്. അകത്തുള്ള ചില ഞരമ്പുകൾ ചിലപ്പോൾ സമയത്ത് തലയുടെ ഉള്ളിലുള്ള ചില ഞരമ്പുകൾക്ക് മുമ്പത്തേക്കാൾ ടെൻഷൻ വരും. അതാണ് വലിച്ചിൽ രോഗമെന്ന് അച്ഛനെ ഉദ്ദേശിക്കണം. അങ്ങനെ രോഗമൊന്നുമില്ല, പക്ഷേ ഇപ്പോഴും ആത്മാവിൽ കർത്താവ് എനിക്ക് നൽകുന്ന ഒരു ഇൻറ്റ്യൂഷൻസാണ് വലിച്ചിൽ രോഗം. അകത്തെവിടെയെങ്കിലും പേശികൾ ചിലപ്പോൾ പെട്ടെന്ന് അതിൻ്റെ സൗഷ്ഠവം, അതിൻ്റെ അയത്നമായിട്ടുള്ള ചലനങ്ങൾ കുറഞ്ഞിട്ട് ഏതെങ്കിലും ഇൻഫെക്ഷൻ കൊണ്ട് വലിഞ്ഞു മുറുകുന്നുണ്ടെങ്കിൽ അത് വലിച്ചിൽ രോഗമാണ്. അകത്ത് ആന്തരിക വലിച്ചിൽ രോഗങ്ങളെ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. യേശു പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ജോലിയില്ലാത്തവര്, ജോലി നഷ്ടപ്പെടുന്നവര്, ജോലിക്കുള്ള വരുമാനം കൊണ്ട് കാര്യങ്ങൾ നടക്കാത്തവർ, സാമ്പത്തികമായ ബാധ്യത വരുന്നവർ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. നിങ്ങൾ എന്നെ കേൾക്കുന്ന എല്ലാവരും ഇപ്പോഴ് ഈ ശുശ്രൂഷ കഴിഞ്ഞും ഈ ശുശ്രൂഷ പങ്കെടുക്കുന്നവരുണ്ട്. ഈ ശുശ്രൂഷ ഇപ്പോൾ പങ്കെടുക്കുന്നവർ 3000-3800 പേരേ ഉള്ളൂ യൂട്യൂബിൽ പങ്കെടുക്കുന്നവർ ഈ സമയത്ത്. പക്ഷേ സന്ധ്യക്കുള്ളിൽ 10,000-37,000 പേരാകും. അതൊരു 3-4 ദിവസം കഴിയുമ്പോൾ 42,000-47,000 പേരാകും. അപ്പം അങ്ങനെയുള്ള ഏത് സമയത്തും ഈ ശുശ്രൂഷയെ ലൈവായി പങ്കെടുക്കുന്ന മക്കളെ, നിങ്ങളെ ഉൾപ്പെടെയുള്ളവർക്ക് മേൽ അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കർത്താവായ ദൈവമേ, ഇപ്പോൾ പങ്കെടുക്കുന്ന ഞങ്ങളെയും ഇനി പങ്കെടുക്കാൻ പോകുന്നവരെയും അവരുടെ ജീവിതത്തിലെ ജോലിയുടെ വിഷയങ്ങള്, കുടുംബത്തിന്റെ സമാധാനമില്ലാത്ത അവസ്ഥകള്, കുടുംബ തകർച്ച വിഷയങ്ങള്, പലതരത്തിലുള്ള സാമ്പത്തിക വിഷയങ്ങള് യേശുക്രിസ്തുവിന്റെ നാമത്തില് നീങ്ങി പോകട്ടെ. ഹല്ലേലൂയ. ആദ്യമായി പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുകയാണ്. എൻ്റെ പേര് ലൈസ അജീഷ്, ഇതെൻ്റെ ഹസ്ബൻഡ് അജീഷ്, മോള് ഇവാന, ഒരു മോനുണ്ട്. ഞങ്ങൾ കണ്ണൂർ ജില്ല നെല്ലിക്കാംപോയി ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഇറ്റലിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ 2020 ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുത്തത്. കഴിഞ്ഞ വർഷം ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു. മോള് ഉണ്ടായതിൻ്റെ 17 വർഷം കൂടി അവൾ മോളുണ്ടായതിൻ്റെ സാക്ഷ്യം ഞാനിവിടെ പറഞ്ഞതാണ്. ഈ പ്രാവശ്യം എനിക്ക് മാതാവ് ഒത്തിരി അനുഗ്രഹങ്ങൾ വാരിക്കോരി തന്നിട്ടുണ്ട്.
പിന്നെ ഞാൻ ഇവിടെ വരാൻ കാരണം ഇമ്പോർട്ടൻ്റ് അഖണ്ഡ ജപമാലയിൽ പങ്കെടുക്കാനാണ്. ഞാൻ ഇന്നലെയാണ് ഇവിടെ എത്തിയത്. ആ കൂട്ടത്തിൽ സാക്ഷ്യവും പറയണം, ഉടമ്പടി പുതുക്കണം. ആദ്യമായിട്ട് എനിക്ക് കിട്ടിയ സാക്ഷ്യം, 8 മാസം മുൻപ് ഞാൻ ഇവർക്ക് വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സാധാരണ അവിടെ 1.5 വർഷം കഴിയാതെ ഒരിക്കലും നമുക്ക് വിസ അടിച്ച് കിട്ടില്ല ഇറ്റലിയിൽ. ഇപ്പം അങ്ങനെയാണ്. ഞാൻ എന്നും 1000 മണി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് ഈ നിയോഗം സമർപ്പിച്ച്, കാരണം കുടുംബത്തോടൊപ്പം ഒന്നിച്ച് ജീവിക്കണം, അതൊരു വലിയ ആഗ്രഹമായിരുന്നു. ഞാൻ ആ ജപമാലയിൽ ഓരോ ജപമാല മണി ചെല്ലുമ്പോഴും എന്നെപ്പോലെ വിഷമിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ച് തിങ്കളാഴ്ച, അതായത് മിനിങ്ങാന്ന് ഉച്ചയ്ക്ക് 12 മണിയായപ്പോഴാണ് ഇവരുടെ വിസ എൻ്റെ കയ്യിൽ കിട്ടുന്നത്. ചൊവ്വാഴ്ച രാവിലെ ഞാൻ അവിടുന്ന് പോന്നു. അത് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ, ഭയങ്കര ഒരു അത്ഭുതം തന്നെയാണ്. അത് സാധാരണ കിട്ടാത്തൊരു സംഭവമാണ്. അത് ഞാൻ ചെന്ന ഓഫീസിൽ അവരും പറഞ്ഞു, ഇതൊരു ഭയങ്കര ഒരു അത്ഭുതമാണ്, മിറാക്കിളാണ് കിട്ടിയത്. അതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുകയാണ്. രണ്ടാമത്തെ സാക്ഷ്യം, എനിക്ക് മെയ് മാസം പീരീഡായ ശേഷം ബ്ലഡ് നിൽക്കുന്നില്ല, ഓവർ ബ്ലീഡിങ്, 35 ദിവസം കണ്ടിന്യൂ ബ്ലീഡിങ് ആണ്. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു യൂട്രസിന് പ്രശ്നമൊന്നുമില്ല, മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ മരുന്ന് കഴിച്ചില്ല. പരിശുദ്ധ അമ്മയുടെ വിശുദ്ധ തൈലം വയറേ തൂത്ത് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. പിന്നെ ഇവരോടൊക്കെ വിളിച്ചു പറഞ്ഞ് ഇവരെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ 36-ാം ദിവസം ഞാനെന്നാൽ എല്ലാവരും എന്നോട് പറഞ്ഞു ഡോക്ടറെ പോയി ഒന്നുകൂടെ കാണാൻ. ഞാൻ പിന്നെ എൻ്റെ ഡോക്ടറെ പോയി കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ബ്ലീഡിങ് നിൽക്കാനുള്ള മരുന്ന് തരാം, 3 ദിവസം കഴിക്കണം. അന്ന് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഒരു ദിവസമായിരുന്നു അവിടുത്തെ പള്ളിയിൽ. അപ്പം ഞാൻ പള്ളി തുറന്ന് കിടക്കുന്നു. അപ്പം ഞാനെന്നാൽ ഈശോയുടെ അടുത്ത് പോയി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് മരുന്ന് മേടിക്കാം. അങ്ങനെ ഞാൻ ഈശോയുടെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്, ഈശോയെ, രക്തസ്രാവക്കാരി സ്ത്രീ ഈശോയുടെ ഒറിജിനൽ ഈശോയിനെയാണ് തൊട്ടത്, പക്ഷേ ഇത് നീ ഒരു രൂപം മാത്രമാണ് എൻ്റെ മുന്നിൽ. പക്ഷെ ഞാൻ വിശ്വസിക്കുകയാണ് നീ ഒറിജിനലായിട്ട് എൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. ഞാൻ അങ്ങനെ ഈശോയുടെ ഉടുപ്പിൻ്റെ വിളമ്പിൽ തൊട്ട് കാലയിലും തൊട്ട് ഞാൻ കരഞ്ഞ് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്ന് ഒരു 2 മണിക്കൂറിന് ശേഷം ഞാൻ ടോയ്ലറ്റിൽ പോയി. ഒരു തുള്ളി ബ്ലഡ് പോലും പിന്നെ എനിക്ക് വന്നിട്ടില്ല. ഇത്രയും നാളും ഈ ദിവസം വരെ നോർമൽ പീരീഡ് തന്നെയായിട്ട് പോകുന്നു. അത് കാരണം ഞാൻ ഈ 35 ദിവസം എന്ന് പറഞ്ഞ ഒരു 8 കൂട് പാടെങ്കിലും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെയായിരുന്നു എനിക്ക് ബ്ലീഡിങ്. അത് ഈശോയും പരിശുദ്ധമ്മയും ചേർന്ന് എനിക്ക് സൗഖ്യം തന്നതാണെന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. അതിന് അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുകയാണ്. അതുകൂടാതെ ഒരു 2 മാസം മുൻപേ എനിക്ക് ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു തൈറോയിഡിന് ചെറിയ ആരംഭം ഉണ്ടെന്ന് പറഞ്ഞു. കാരണം ഞാൻ ക്ഷീണിച്ചു പോവുകയാണ്, എന്ത് കഴിച്ചാലും ക്ഷീണം. അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പം എനിക്കൊരു പേടി, ഇനി തൈറോയിഡിനോ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ടി വരും എന്നൊരു പേടി തോന്നി. ഞാൻ അന്നു മുതൽ അമ്മയുടെ വിശുദ്ധ തൈലവും ഉപ്പും ഞാൻ ഉപയോഗിക്കുന്നു, പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇത്രേ പ്രാർത്ഥിച്ചുള്ളൂ, എന്നെ മരുന്ന് കഴിക്കാൻ അനുവദിക്കരുതേ അമ്മ മാതാവേ എന്ന്. അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുന്നതിൻ്റെ ഒരാഴ്ച മുന്നേ ഡോക്ടറെ ഒന്നുകൂടെ പോയി കണ്ടു, പരിശോധിച്ചു. ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, 6 മാസം കൂടുമ്പം ചെക്കപ്പ് ചെയ്താൽ മതി, മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അതിനും അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ കോടാനുകോടി നന്ദി പറയുകയാണ്. അതുപോലെ ഞാൻ ഈ പത്രത്തിൽ എഴുതാത്തതാണ്, കഴിഞ്ഞ വർഷം ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി പോയി. അപ്പം ഞാൻ ഇറ്റലിയിൽ 3 വർഷമായിട്ട് ഞാനൊരു വീട് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. കിട്ടുന്നുണ്ട് വീട്, പക്ഷെ നല്ല വീടുകളൊന്നുമല്ല, ഞങ്ങൾക്കത് കിട്ടുന്നുമില്ല. ലാസ്റ്റ് ഞാനിവിടെ ഉടമ്പടി പുതുക്കി തിരിച്ചിറങ്ങി കഴിഞ്ഞപ്പം എനിക്ക് ഇറ്റലിയിൽ നിന്നൊരു കോള്, ഇറ്റാലിയൻസ് തന്നെ എന്നെ വിളിച്ചു പറയുന്നു, നീ വീട് അന്വേഷിക്കുന്നില്ലേ, നിനക്ക് വീട് വേണോ? ഞാൻ പറഞ്ഞു എനിക്ക് വീട് വേണം. അപ്പം പറഞ്ഞു എന്നാൽ ഞങ്ങൾ ബ്ലോക്ക് ചെയ്തിടാം. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇത്രയും നാളും ഒരു 10-25 വീട് ഞങ്ങൾ പോയി കണ്ടിട്ടുണ്ട്. പക്ഷേ അതിലും ഏറ്റവും നല്ലൊരു വീട് മാതാവ് എനിക്കും എൻ്റെ കൂട്ടുകാരി ഞങ്ങൾ ഒന്നിച്ചാണ് വീടെടുത്തത്.
അവൾക്കും കൂടെ ഒരു വീട് തന്നു. നല്ല വലിയ 2 ബെഡ്റൂമും നല്ല ക്ലീനായ, ഒന്നും ഞങ്ങൾക്ക് ചെയ്യേണ്ട വന്നില്ല. അങ്ങനെ ഒരു വീട് മാതാവ് ഉടമ്പടി എടുത്ത് ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ കിട്ടിയ വീടാണത്. അത് അമ്മ മാതാവ് തന്ന വീടായിട്ട് തന്നെ ഞങ്ങൾ കരുതുന്നു. അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുകയാണ്. അതുകൂടാതെ കഴിഞ്ഞ വർഷം ഞാനിവിടെ സാക്ഷ്യം പറഞ്ഞപ്പം മറന്നുപോയൊരു സാക്ഷ്യമാണ് ഞാൻ പറയുന്നത്. കാരണം ഞാൻ ജോലി ചെയ്ത വീട്ടിൽ നിൽക്കുമ്പോൾ ബാൽക്കണിയിൽ നിന്നിപ്പോൾ എൻ്റെ ഉടമ്പടി കാശ് രൂപം താഴോട്ട് പോയി. അപ്പം ഒരു ദിവസം ഫുള്ള് ഞാൻ എല്ലായിടത്തും തപ്പി, പക്ഷെ കിട്ടിയില്ല. അപ്പം ഞാനിങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ കൂട്ടുകാരി എന്നോട് പറഞ്ഞു, ചേച്ചി ഒന്നുകൂടെ പോയി ഉടമ്പടി എടുത്താൽ പുതിയത് കിട്ടും. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല, നമ്മൾക്ക് ആദ്യം എന്താണോ അതാണ് നമുക്ക് വലുത്, അത് നമ്മൾ നഷ്ടപ്പെടാൻ നോക്കരുത്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം, അമ്മ എനിക്ക് തരണം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞാൻ ബാൽക്കണി പിന്നെയും പോയി നോക്കുകയാണ് താഴോട്ട്. അപ്പോൾ ഒരു നീല കളർ വെട്ടം ഒരു മഴവില്ല് രീതിയിൽ എൻ്റെ കണ്ണിലോട്ടടിച്ചു. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, ഇല്ല, താഴെ കാശുരവും പോയ കാശുരവും കിട്ടില്ല, കാരണം അതിലെ വണ്ടി പോകുന്ന വഴിയാണ്, വണ്ടി കയറി ഇറങ്ങും. എന്നാലും പിന്നെയും ആ വെട്ടം എൻ്റെ മുഖത്തോട്ടടിച്ചപ്പോൾ ഞാൻ നേരെ താഴോട്ട് പോയി ചെന്ന് നോക്കിയപ്പം ആ കാശുരൂപത്തിനൊന്നും ഒരു കേട് പോലും ഇല്ലാതെ കൊന്തയും കാശുരൂപവും കൂടെ എൻ്റെ കയ്യിലോട്ട് കിട്ടി. ഞാനത് കഴിഞ്ഞ വർഷം പറഞ്ഞില്ല. അമ്മയോട് സോറി പറയുന്നു, ക്ഷമ പറയുന്നു. ഈ കാശുരൂപം എനിക്ക് തിരിച്ചു തന്നതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുകയാണ്. അതുകൂടാതെ എനിക്ക് മെഴുകുതിരിയിൽ ഒത്തിരി അത്ഭുതങ്ങൾ, അമ്മയുടെ ഈശോയുടെ രൂപങ്ങളായിട്ടും ഹാർട്ടായിട്ടും, പിന്നെ എന്നാ പറയണ്ടേ, മെഴുകുതിരിയിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു, ഞാനിവിടെ കാണിച്ചിരുന്നു ഒരു രൂപം. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവിൻ്റെ ഈ നീലത്തിരിയിലും പച്ചത്തിരിയിലും എനിക്ക് വന്നിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഞാൻ ഈ 2-3 മാസമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ജോലി ചെയ്യുന്ന വീട്ടിൽ ഞാനൊരു അമ്മച്ചിനെയാണ് നോക്കുന്നത്, ഹാൻഡിക്യാപ്റ്റഡായ. അപ്പോൾ പുള്ളിക്കാരിക്ക് എല്ലാ ദിവസവും പള്ളിയിൽ പോകണം, പള്ളിയിൽ പോകാതിരിക്കാൻ പറ്റില്ല. അപ്പം അവിടെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എല്ലാ ആഴ്ചയോ ഒരാഴ്ചയോ 7 ദിവസം ഒരു വീട്ടിൽ ഈശോയുടെ രൂപം അല്ലെ വിശുദ്ധ അന്തോനീസ് പുണ്യാളൻ്റെ രൂപം നമുക്ക് തന്നു വിടും. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ എനിക്കൊരു ദിവസം അത് ഈശോ അമ്മയുടെ മകനെ എനിക്കൊന്ന് കിട്ടുമോ, ഒന്ന് തരുമോ എന്ന് ചോദിച്ചു. അതുപോലെ തന്നെ എനിക്ക് കഴിഞ്ഞ മാസം ഞാൻ ആവശ്യപ്പെടാതെ തന്നെ അവിടുത്തെ അച്ഛൻ എന്നോട് പറഞ്ഞു, ഒരാഴ്ച നീ കൊണ്ടുപോക്കോ ഈശോയിനെ എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കൂടെ കിട്ടി. 7 ദിവസം ഞങ്ങളുടെ വീട്ടിൽ ഈശോ ഉണ്ടായിരുന്നു, അതുപോലെ അന്തോനീസ് പുണ്യാളനും ഉണ്ടായിരുന്നു. ഇതെല്ലാം പരിശുദ്ധ അമ്മയോട്, അത് നമ്മളായത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ നിലവിളിച്ച് പ്രാർത്ഥിക്കുകയല്ല, ഞാനിങ്ങനെ അമ്മയുടെ കൂട്ടുകാരിയായിട്ട് ഞാൻ പറയുള്ളൂ, അമ്മേ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തന്നാൽ മതി, അമ്മയുടെ ഈശോയുടെ ഹിതം എന്താണോ അത് നിറവേറ്റിയാൽ മതി, അല്ലാതെ എൻ്റെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ ഈശോയെ അമ്മയെ അതെനിക്ക് സാധിച്ചു തരുന്നുണ്ട്. പിന്നെ ഞാനിങ്ങനെ എൻ്റെ കൂട്ടുകാരിക്ക് ബ്രസ്റ്റിനൊരു പ്രശ്നം വന്നപ്പം, അവളുടെ പേര് ബിൻസി എന്നാണ്, അവൾക്കും ഇതേപോലെ അമ്മയുടെ വിശുദ്ധ തൈലം തൂത്ത് കൊടുത്ത് അവൾക്കും അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. അതിന് അമ്മയ്ക്ക് ഈശോയ്ക്കും നന്ദി പറയുന്നു. ഈ എല്ലാ അനുഗ്രഹങ്ങളും, ഈ ചെറുതും വലുതുമായ ഈ വലിയ അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് ഈശോയും ഞങ്ങൾക്ക് നേടിത്തന്നതിന് കോടാനുകോടി നന്ദി പറയുകയാണ്. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടെ നിന്ന് ആരെങ്കിലും ഇറ്റലിക്ക് വരുമ്പോൾ ഇറ്റാലിയൻ പത്രം ഞാൻ അവിടെ മേടിച്ച് അവരെ കൊണ്ട് വരുത്തിച്ച് ഞാൻ അവിടെ കൊടുക്കാറുണ്ട്. അതുപോലെ മലയാളം പത്രം കൊടുക്കാറുണ്ട്. അതുകൂടാതെ എൻ്റെ ഈ പത്രം തീരുമ്പോൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാനൊന്നുമില്ല. അപ്പം ഞാൻ എന്നാ ചെയ്യണമെന്ന് ചോദിച്ചാൽ, മൊബൈലിൽ പരിശുദ്ധമ്മയുടെ ഫോട്ടോ ഉണ്ട്, അത് സ്റ്റുഡിയോയിൽ കൊണ്ട് കൊടുത്ത് ഞാൻ അതിൻ്റെ ഫോട്ടോ വലിയ ഫോട്ടോ ആയിട്ട് എടുത്ത് ഇറ്റാലിയൻ വിശ്വാസ പ്രമാണം, അതായത് ഇറ്റാലിയൻ ലാംഗ്വേജിൽ വിശ്വാസ പ്രമാണം അച്ചടിപ്പിച്ച് ഞാൻ അവിടെ എല്ലാവർക്കും കൊടുക്കും. ആ കൂട്ടത്തിൽ മലയാളീസിന് കൊടുക്കും. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന അങ്ങനെ ഈ നമ്മുടെ അച്ഛൻ്റെ നമ്മുടെ ഉടമ്പടി പുസ്തകം ഉണ്ടല്ലോ, അതിനകത്തെ തിരുവചനങ്ങൾ വാക്യങ്ങളെല്ലാം എഴുതി എല്ലാവർക്കും എല്ലാ ദിവസവും രാവിലെ, ആർക്കും ഞാൻ ഗുഡ് മോർണിംഗ് ഇടാറില്ല, എല്ലാവർക്കും വചനമാണ് ഞാൻ അയച്ചു കൊടുക്കുന്നത്. പിന്നെ അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ധ്യാനം, ഡെയിലി ബ്രെഡ്, പിന്നെ സാക്ഷ്യങ്ങൾ ഇത് കേൾക്കുകയും എല്ലാവർക്കും അയച്ചു കൊടുക്കുകയും ചെയ്യാറുണ്ട്.
എല്ലാ ദിവസവും അരമണിക്കൂർ കൂടുതൽ എനിക്ക് എൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി ടൈമുണ്ട് പ്രാർത്ഥിക്കാനായിട്ട്. അതൊരു വലിയ അത്ഭുതമാണ് മാതാവ് എനിക്ക് തന്നത്. സാലറി കുറവാണെങ്കിലും പക്ഷേ എനിക്ക് പ്രാർത്ഥിക്കാനുള്ള ടൈം മാതാവ് തന്നു. അങ്ങനെ അരമണിക്കൂർ കൂടുതൽ വചനം വായിക്കാറുണ്ട്. എല്ലാ ദിവസവും തന്നെ എനിക്ക് ദേവാലയത്തിൽ പോയി വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാം. കാരണം ഞാൻ നോക്കുന്ന അമ്മച്ചിനെ കൊണ്ട് വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാൻ എനിക്ക് പോകണം. അതിനും മാതാവ് എനിക്ക് ഭാഗ്യം തന്നു. ഇതിനെല്ലാത്തിനും അമ്മയ്ക്കും ഈശോയ്ക്കും കൊടാനുകൂടി നന്ദി പറയുന്നു. പിന്നെ മറ്റുള്ളവരെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഫേസ്ബുക്കിലും അവിടെ ഇവിടെയൊക്കെ കാണുന്ന ഈ സഹായം ചോദിക്കുന്നവർക്ക് ഞാൻ ഹസ്ബൻഡിനോട് വിളിച്ചു പറഞ്ഞു. പുള്ളിയാണ് പൈസ ഇട്ട് അയച്ചു കൊടുക്കാറ്. അങ്ങനെ സഹായിക്കാറുണ്ട്. പിന്നെ ഇറ്റലിയിലാണെങ്കിലും ലാംഗ്വേജ് അറിയാൻ മേലാത്ത ഒത്തിരി പേരിപ്പോൾ വന്നിട്ടുണ്ട്. അവർക്ക് ആശുപത്രി കേസായിട്ടാണേലും അല്ലെങ്കിൽ ഒരു അപ്പോയിൻമെൻറ്റ് ജോലിയുടെ ആവശ്യത്തിനാണേലും ഞാൻ എല്ലാവരെയും സഹായിക്കാറുണ്ട്. കാരണം ഞാൻ 21 വർഷത്തോളമായി അവിടെ. അങ്ങനെ ഞാൻ മറ്റുള്ളവർ, കാരണം അവിടെ ആർക്കും ഭക്ഷണം കൊടുക്കാനൊന്നും ആരും മേടിക്കുകയില്ല. അങ്ങനെ അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റിയല്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. എല്ലാത്തിനും എനിക്കിതൊക്കെ ചെയ്യാനുള്ള ആയുസ്സും ആരോഗ്യവും കൃപയും പരിശുദ്ധ ഈശോയും പരിശുദ്ധാത്മാവുമാണ് തന്നത്. എല്ലാത്തിനും അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് മജു. എനിക്ക് ഉടമ്പടി പുതുക്കുവാനും എൻ്റെ വൈഫിന് തീർത്ഥാടന ഉടമ്പടി എടുക്കുവാനും അഖണ്ഡ ജപമാലയിൽ പങ്കെടുക്കുവാനും മാത്രമായിട്ട് 4 ദിവസത്തെ ലീവിന് ദുബായിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. എൻ്റെ വൈഫ് ഈ ജൂൺ മാസം ഓൺലൈനിൽ ഉടമ്പടി എടുത്തതിലൂടെ വൈഫിന് കിട്ടിയ സാക്ഷ്യം ഇപ്പോൾ വൈഫ് പറയുന്നതാണ്. ആദ്യമേ തന്നെ പരിശുദ്ധ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ തിരുവൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ അനുവദിച്ച കൃപയോർത്ത് ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകൂടി നന്ദി കരയേറ്റുന്നു. എൻ്റെ പേര് നീതു. എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ പോലെ ഞങ്ങൾ ഞാൻ ജൂണിലാണ് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. അതിന് കാരണമായി തീർന്നത് എൻ്റെ ഒരു എക്സാമാണ്. ഞാൻ സ്റ്റാഫ് നഴ്സായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. NCLEX-RN എന്ന ഒരു എക്സാമുണ്ട്. അതൊരു മോസ്റ്റ് ടഫസ്റ്റ് എക്സാമാണ് നേഴ്സിംഗ് ഫീൽഡിൽ. അത് ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ മാർച്ചിൽ എഴുതി. റിസൾട്ട് വന്നപ്പോൾ ഫെയിലായി. സെക്കൻഡ് അറ്റംപ്റ്റ് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, ഉടമ്പടി എടുക്ക്, തീർച്ചയായിട്ടും മാതാവ് സഹായിക്കുമെന്ന്. പക്ഷേ എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാനത്ര കൺസിസ്റ്റൻസി അല്ലെന്ന് എനിക്കറിയാം. കാരണം ഹസ്ബൻഡ് എന്ന് പറയുന്ന വെളുപ്പിനെ 4 മണിക്ക്, ഇവിടുത്തെ 5:30 എന്ന് പറയുന്ന അവിടുത്തെ 4 മണിയാണ്. 4 മണിക്ക് എഴുന്നേറ്റ് ബൈബിൾ വായിക്കുകയും അതുപോലെ തന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടുകയും ചെയ്യും. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്കത് കൺസിസ്റ്റൻ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ല. അതുമല്ല, ഒരിക്കലും ഹസ്ബൻഡിൻ്റെ കൂടെ പത്രപ്രേക്ഷിത പ്രവർത്തനത്തിനായിട്ട് ഞങ്ങൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡിൻ്റെ കൂടെ അവിടെ വഴിയിൽ. അപ്പം കുറേ പേര് നമ്മളെ ചീത്ത പറയുകയും കുറച്ച് പേരൊക്കെ നമ്മുടെ അടുക്ക വന്ന് മേടിക്കുകയും പിന്നെ ഹസ്ബൻഡ് കുറേ പേരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി പത്രം കൊടുക്കുകയും ചെയ്യും. പക്ഷേ ഒരമ്മയും മകളും ഞങ്ങളെ കണ്ട ഉടനെ, ഹസ്ബൻഡിനെ കണ്ട ഉടനെ അവർ ഓടുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതപ്പോൾ എന്നെ വളരെ വിഷമിപ്പിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കിതൊന്നും പറ്റത്തില്ല, ഈ പത്രവും കൊണ്ടൊന്നും വഴിയോരത്ത് പോയി നിൽക്കുക. അതുമല്ല, അവിടെ ഒത്തിരി റെസ്ട്രിക്ഷൻസും ഒക്കെ ഉണ്ട്. പക്ഷെങ്കിൽ മാതാവ് എന്നെ കൈപിടിച്ച് ഇന്ന് ഈ തിരുവൾത്താരയിൽ നിർത്തിയത് ഒരുപാട് നന്ദി കരയേറ്റുന്നു. ഞാൻ രണ്ടാമത് എക്സാം എഴുതിയെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അറ്റംപ്റ്റ് കിട്ടിയില്ല. സെക്കൻഡ് അറ്റംപ്റ്റിൽ ഞാൻ പറഞ്ഞു എന്നെ ഉടമ്പടി എടുക്കില്ല, ഞാൻ തന്നെ ഒന്നുകൂടെ പഠിച്ച് നോക്കിക്കോട്ടെ. അങ്ങനെ രണ്ടാമത് 1.5 മാസത്തെ ഇതിൽ ഗ്യാപ്പിൽ ഞാൻ വീണ്ടും എക്സാം ബോംബെ വെച്ച്, നമ്മുടെ ദുബായിലൊന്നും എക്സാം സെൻറ്റർ ഇല്ല, നമ്മൾ ബോംബെ വരണം. അങ്ങനെ ബോംബെയിൽ വന്നിട്ടാണ് രണ്ടാമത് എക്സാം എഴുതിയത്. റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഫെയിലായി. രണ്ടാമത്തെ തവണ ആദ്യത്തേനേക്കാളിൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചു. ഞാൻ എൻ്റെ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷൻസും ഡിലീറ്റ് ചെയ്തു. ഈവൻ ആകപ്പാടെ കാണുന്നതെന്ന് പറഞ്ഞാൽ അത്യാവശ്യമുള്ള കാര്യങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് മാത്രമേ നോക്കത്തുള്ളൂ. ബാക്കി എല്ലാ ആപ്ലിക്കേഷൻസും ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് രാത്രി 3 മണിക്കൂർ മാത്രം ഉറങ്ങി പഠിച്ചതാണ് ഞാൻ രണ്ടാമത് എക്സാം എഴുതാൻ പോയത്. പക്ഷേ അവിടെയും രണ്ടാമത്തെ തവണ എഴുതിയപ്പോഴും എനിക്ക് പാസ്സാകാൻ സാധിച്ചില്ല. തൊട്ടടുത്ത ദിവസം തന്നെ റിസൾട്ട് വന്നു. ഓൺലൈനിൽ രാത്രി 1 മണിക്കാണ് റിസൾട്ട് വന്നത്. അന്നേരവും പാസ്സായില്ല. അപ്പം തന്നെ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, എനിക്ക് ഓൺലൈൻ ഉടമ്പടി എടുക്കണം, എന്നെ സഹായിക്കാൻ. അപ്പോൾ ഹസ്ബൻഡാണ് എനിക്ക് ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്.
അങ്ങനെ ഞാൻ ഈ ജൂൺ മാസത്തിൽ ഓൺലൈൻ ഉടമ്പടി എടുത്തു. അത്ഭുതം എന്ന് പറയട്ടെ, എനിക്ക് ആദ്യത്തെ 2 തവണ ഞാൻ പഠിച്ചതിൻ്റെ പകുതി ഒന്നും ഞാൻ പഠിച്ചില്ല. ആ സമയങ്ങളിൽ ഞാൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് നേരത്തെ തൊട്ടേ കൂടും. അതുകൂടാതെ തന്നെ ധ്യാനം ഇതുവരെ മുടക്കിയിട്ടില്ല. എല്ലാ ചൊവ്വാഴ്ചകളും നടക്കുന്ന ധ്യാനങ്ങൾ ഇതുവരെ മുടക്കിയിട്ടില്ല. ഉപവാസം എടുക്കാറുണ്ട്. അതുപോലെ തന്നെ പഠിക്കാനായിട്ട് ബുക്ക് എടുക്കുമ്പോൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നേരത്തെ പഠിച്ചതുകൂടി ഓർക്കാത്ത ഒരവസ്ഥയായിപ്പോയി. പക്ഷെങ്കിൽ ഞാൻ വചനം 2-3 മണിക്കൂർ ബൈബിൾ വായന നടത്താറുണ്ട്. അത് കണ്ടിന്യൂസ് അല്ല, ദിവസത്തിൽ പല സമയങ്ങളിലായിട്ട്. അങ്ങനെ ആരാധനയിൽ വിശുദ്ധ ദേവാലയത്തിൽ പോകുവാനും കുർബാന സ്വീകരിക്കുവാനും ഒക്കെ കൂടുതൽ സമയവും ഒക്കെ ചെലവഴിച്ചു. അങ്ങനെ ഞാൻ വീണ്ടും എക്സാമിന് ഡേറ്റ് എടുത്തു. അടയാളങ്ങൾ ചോദിക്കാൻ എനിക്ക് ഒരു മടിയായിരുന്നു. കാരണം മാതാവിനെയും ഈശോയും സംശയിക്കുവാണോ എന്നുള്ളൊരു ചിന്തയായിരുന്നു ഞങ്ങൾ ഓർത്തഡോക്സ് സഭാ വിശ്വാസികളാണ്. അപ്പം മാതാവിനെയും ഈശോയും അങ്ങനെ നമ്മൾ സംശയിക്കുകയാണോ എന്നുള്ളൊരു തോന്നൽ എനിക്ക് ഇടയ്ക്ക് ഉണ്ടായ കാരണം ഞാൻ അടയാളങ്ങൾ ചോദിക്കാൻ മാതാവ് ഈശോയും നമ്മളെ സഹായിക്കും, അങ്ങനെ ഒരു ചിന്തയായിരുന്നു എൻ്റെ. പക്ഷേ ഇവിടെ അച്ഛൻ്റെ ധ്യാന പ്രസംഗങ്ങളും അതുപോലെ ഓരോരുത്തരുടെ സാക്ഷ്യങ്ങളും കേട്ടപ്പോൾ ഞാനും എൻ്റെ ചിന്തകളൊക്കെ മാറി. ഞാനും അമ്മ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ച് അപേക്ഷിച്ചു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് സുഗന്ധാഭിഷേകം 2 തവണ എനിക്കും എൻ്റെ ഹസ്ബൻഡിനും ഉണ്ടായിരുന്നു സുഗന്ധാഭിഷേകം. അതിനു മുമ്പേ ഞാൻ വേറൊരു എക്സാം എഴുതിയ സമയത്തും എനിക്കിതുപോലെ സുഗന്ധാഭിഷേകം കിട്ടിയിരുന്നു. പക്ഷേ അന്നേരം എനിക്കത് എന്താണെന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞില്ല. കാരണം ഞാൻ അന്നേരം ഈ സാക്ഷ്യങ്ങളൊന്നും കേട്ട് തുടങ്ങിയില്ലായിരുന്നു ഈ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പേ. അങ്ങനെ ജൂൺ മാസത്തിൽ കഴിഞ്ഞ മാസത്തിൽ ഞങ്ങൾ വീണ്ടും എക്സാം എഴുതാൻ പോയി ബോംബെയിലേക്ക്. സത്യം പറയട്ടെ, ഞാൻ ഒന്നും പഠിച്ചിട്ടില്ലായിരുന്നു. ഞാൻ പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് ഇവിടുന്ന് ഫ്ലൈറ്റിൽ പോകുന്ന വഴിക്കുമൊക്കെ ഞാൻ വചനം വായിക്കുകയും അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ കേൾക്കുകയും മാത്രമാണ് ചെയ്തിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറിയതും മാതാവിൻ്റെ പ്രത്യക്ഷീകരണം, അതായത് ഫ്ലൈറ്റിൽ ആദ്യമായിട്ടാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഈ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോഴും ഒരിക്കലും അതിൻ്റെ ഇൻറ്റീരിയർ ചേഞ്ചസ് ഒന്നും കണ്ടിട്ടില്ല. പക്ഷെങ്കിൽ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറിയതും ഈ ഫ്ലൈറ്റിൻ്റെ ഇൻറ്റീരിയേഴ്സൊക്കെ ഫുൾ ബ്ലൂ കളറായിട്ടാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. അപ്പം തന്നെ നമ്മൾ ഉറപ്പിച്ചു മാതാവ് ഞങ്ങളുടെ കൂടെ എക്സാമിന് വരുവാന്നുള്ളത്. അതുപോലെ തന്നെ ഞങ്ങൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. ബോംബെ എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത സമയത്ത് എൻ്റെ മകൻ പറഞ്ഞു, അമ്മ ടി വിയുടെ സ്ക്രീനിൽ റെയിൻബോ ഉണ്ട്, അമ്മ ഇങ്ങോട്ട് നോക്കാൻ പറഞ്ഞു. ആ സമയത്ത് തന്നെ പൈലറ്റും അനൗൺസ് ചെയ്തു ദെർ ഈസ് എ റെയിൻബോ എന്ന്. അപ്പം തന്നെ ഞങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി. അടുത്ത ദിവസം എക്സാം കഴിഞ്ഞു. അന്ന് അടുത്ത ദിവസം ദുബായിൽ എത്തിക്കഴിഞ്ഞ് റിസൾട്ട് നോക്കിയപ്പം രാത്രി 2 മണിക്കാണ് റിസൾട്ട് വന്നത്. അവിടുത്തെ ഹസ്ബൻഡാണ് നോക്കി അത്ഭുതമെന്ന് പറയട്ടെ, എനിക്കറിയത്തില്ല ഞാൻ എങ്ങനെ പാസ്സായി. മാതാവില്ലായിരുന്നെങ്കിൽ ഈ 3rd അറ്റംപ്റ്റിൽ എനിക്ക് NCLEX-R എന്ന പരീക്ഷ പാസ്സാകുവാൻ സാധിക്കത്തില്ലെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അങ്ങനെ ഇപ്പോൾ എൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മറ്റൊരു സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, ഇതിനു മുമ്പ് ഞാൻ വേറൊരു എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. അത് OET കഴിഞ്ഞ വർഷമായിരുന്നു എഴുതിയിരുന്നത്. അന്ന് ഞാൻ ഉടമ്പടിയിലല്ലായിരുന്നു, എൻ്റെ ഹസ്ബൻഡായിരുന്നു അന്ന് ഉടമ്പടി എടുത്തിരുന്നത്. ഹസ്ബൻഡിൻ്റെ ഉടമ്പടി നമുക്ക് ചുറ്റിപ്പെട്ട് നിൽക്കുന്നവരുടെ ഉടമ്പടി സഹായത്താലും നമുക്ക് അനുഗ്രഹം ലഭിക്കുമെന്നുള്ളതാണ് ഈ പറയുന്ന സാക്ഷ്യത്തിൻ്റെ ഉള്ളടക്കം. ഞാൻ OET ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് 4 മൊഡ്യൂൾസിനും പാസ്സാകാൻ സാധിച്ചു. റീഡിങ് എനിക്ക് വളരെ ടഫായിരുന്നു. അതുപോലെ തന്നെ ലിസണിങ് ആൻഡ് റൈറ്റിംഗ് വളരെ എളുപ്പമുള്ള മൊഡ്യൂളായിരുന്നു. പരീക്ഷ എഴുതാൻ ചെന്ന സമയത്ത് ആദ്യത്തെ അറ്റംപ്റ്റിൽ എനിക്ക് ഫുള്ള് 4 മൊഡ്യൂൾസിനും നല്ല സ്കോർ കിട്ടത്തില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. 2 തവണയോ 3 തവണയോ എഴുതി ക്ലബിംഗ് സ്കോർ എടുക്കാമെന്നുള്ള രീതിയിലാണ് ഞാൻ പരീക്ഷ എഴുതാൻ പോയത്. പരീക്ഷ എഴുതി കഴിഞ്ഞ് എനിക്ക് ഏറ്റവും ടഫായ റീഡിങ് എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് എഴുതി തീർക്കുവാനും എനിക്ക് നേരത്തെക്കാട്ടിലും വളരെ ഈസി ആയിട്ട് എനിക്ക് തോന്നുകയും ചെയ്തു.
പിന്നെ എൻ്റെ ലിസണിങ് എനിക്ക് നേരത്തെ എളുപ്പമായിരുന്നു, പക്ഷേങ്കിൽ എൻ്റെ എക്സാമിൻ്റെ സമയത്ത് എനിക്കത് ടഫായിട്ടായിരുന്നു തോന്നിയത്. റൈറ്റിംഗ് എന്ന് പറയട്ടെ, ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല എൻ്റെ റൈറ്റിങ്ങിന് ഞാൻ പാസ്സാകുമെന്ന്. നേരത്തെ എളുപ്പമായിരുന്നെങ്കിൽ പോലും, കാരണം റൈറ്റിങ്ങിൽ ഞാൻ എഴുതി തീരാറായ സമയത്ത് എൻ്റെ ഒരു മിസ്റ്റേക്ക് ഞാൻ കണ്ടുപിടിച്ചു. അത് ഉറപ്പായിട്ടും ആ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മളെ അവർ പാസ്സാക്കത്തില്ല. ഞാൻ പെട്ടെന്ന് അത് റബ്ബ് ചെയ്തിട്ട് എനിക്കറിയാവുന്ന ആൻസർ എഴുതാൻ വേണ്ടി ഞാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവിടുത്തെ ഇൻവിജിലേറ്റർ എന്നോട് പറഞ്ഞു, ഡ്രോപ്പ് യുവർ പെൻ. എനിക്കിനി മുന്നോട്ട് പോകാൻ, കാരണം ഓൾറെഡി സമയം കഴിഞ്ഞു, ഇനിയും അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഉറപ്പിച്ചു, ഞാൻ റൈറ്റിങ്ങിന് ഫെയിലായി എന്ന് ഞാൻ ഉറപ്പിച്ചാണ് ആ ക്ലാസ് അവിടെ നിന്ന് ഇറങ്ങിയത്. അത്രയും സ്ഥലത്ത് ഒരു ലൈൻ ഫുൾ ബ്ലാങ്കായിട്ടാണ് കിടക്കുന്നത്. ഒരു മാസം കഴിഞ്ഞ് എൻ്റെ റിസൾട്ട് വന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ സ്കോർ കിട്ടിയത് എൻ്റെ റൈറ്റിങ്ങിനാണ്. എബവ് 400 ഉണ്ട് എല്ലാ മൊഡ്യൂൾസിനും. അമ്മ മാതാവ് ഈശോയോട് പറഞ്ഞ് എനിക്ക് എല്ലാ മൊഡ്യൂൾസിനും B സ്കോർ തന്ന് അനുഗ്രഹിച്ചു. അതുപോലെ എനിക്ക് പറയുവാനുള്ളതെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ധ്യാനം, ചൊവ്വാഴ്ച ദിവസത്തെ ധ്യാനത്തിൽ ഞാൻ ഈ NCLEX എക്സാം എഴുതാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ഒരു 20 ദിവസം മുമ്പാന്ന് തോന്നുന്നു ഞാൻ ഇങ്ങനെ കേട്ടപ്പം അച്ഛൻ പറഞ്ഞു, നിങ്ങളുടെ വിഷയത്തിന് 44 ദിവസത്തിന് ഒരു അത്ഭുതം നടക്കുമെന്ന്. എൻ്റെ കാര്യത്തിൽ അതുപോലെ തന്നെ നടന്നു. ഞാൻ എൻ്റെ എക്സാമിൻ്റെ ഡേറ്റ് പോയി നോക്കിയപ്പോൾ കറക്റ്റ് എൻ്റെ 42ാമത്തെ ദിവസത്തിലാണ് എൻ്റെ എക്സാമിൻ്റെ റിസൾട്ട്, അതായത് പാസ് എന്നുള്ള റിസൾട്ട് വന്നത്. അത് എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തന്നെ തോന്നി. ഞങ്ങളുടെ മക്കൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ രോഗസൗഖ്യങ്ങളാണ്. പക്ഷേ അവരെ ഇന്നിവിടെ കൊണ്ടുവരാൻ സാധിക്കാത്തതിനാൽ എനിക്കത് പറയുവാനും കഴിയത്തില്ല. ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി. കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്, ഞങ്ങൾ അടുക്കൽ വരുന്ന ചെറുതും വലുതുമായിട്ടുള്ള എല്ലാവരെയും ഓരോ സഹായത്തിനായിട്ട് വരുന്നവരെയൊക്കെ സഹായിക്കാറുണ്ട്. അതുപോലെ ഈ കഴിഞ്ഞ 20 ദിവസം മുമ്പ് നമ്മുടെ വീടിനടുത്തുള്ള ഒരു കുട്ടീനെ ജോലിക്ക് വേണ്ടി ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. അവളിപ്പോൾ അവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവളുടെ കാര്യങ്ങളൊക്കെ ഞങ്ങളാണ് നോക്കുന്നത്. അമ്മയുടെ കൂട്ടത്തിൽ അമ്മയ്ക്കും വരാൻ സാധിച്ചില്ല, അവളുള്ള കാരണം അമ്മയുടെ കൂട്ടത്തിൽ അവളവിടെ ഓരോ ദിവസം ഇന്നും ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ കുട്ടിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ടെന്ന് പറഞ്ഞാൽ ഓൺലൈൻ മീഡിയ വഴി ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കൃപാസന മാതാവിനെ പറ്റി സംസാരിക്കുകയും അതുപോലെ തന്നെ നേരിട്ട് കാണുന്നവരോടൊക്കെ സംസാരിക്കുകയും ചെയ്യാറുണ്ട്. ഇത്രയും അത്ഭുതം നടത്തി തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി കരേറ്റുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡിനെ കുറിച്ചാണത്. ഞങ്ങൾക്ക് ജോസഫ് അച്ഛനെ ശരിക്കും അറിയാൻ തുടങ്ങി 1.5 വർഷമായിട്ടുള്ളൂ. അതിനുമുമ്പ് ജോസഫിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല. ഞങ്ങളെക്കുറിച്ച് ജോസഫിനൊന്നും അറിയില്ല. എല്ലാ ദിവസവും രാവിലെ 5:30-ക്കുള്ള ഡെയിലി ബ്രെഡ് ഞാൻ മാക്സിമം അതേ സമയത്ത് തന്നെ കൂടാറുണ്ട്. മാർച്ച് മാസം 17-ാം തീയതി നടന്ന ഡെയിലി ബ്രെഡിലെ ഒരു സംഭവം എന്ന് പറയുന്നത്, ഞങ്ങളൊരു 1.5 വർഷമായിട്ട് ഒരു വീട് വെക്കാൻ വേണ്ടി ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു തിരുവല്ലയിൽ. ഞങ്ങൾ അതിന് സ്ഥലമൊക്കെ വാങ്ങിച്ച് സ്ഥലമെല്ലാം റെഡിയാക്കി. ഈ 2025 മാർച്ച് 17-ന് അത് കല്ലിടാൻ വേണ്ടി ഞങ്ങൾ ഒരാഴ്ച മുമ്പെല്ലാം പ്ലാൻ ചെയ്ത് മാർച്ച് 17-ാം തീയതി കല്ലിടാൻ വേണ്ടി തീരുമാനിച്ചു. അന്ന് രാവിലത്തെ ഡെയിലി ബ്രെഡിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പ്രാർത്ഥനയിൽ പ്രത്യേകം പറഞ്ഞു, ഇന്ന് വീട് പണി ആരംഭിക്കുന്നതിനായിട്ട് കല്ലിടുന്നവരുണ്ട്, അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മറ്റൊരു സംഭവം ഡെയിലി ബ്രെഡിലൂടെ ഞങ്ങൾക്ക് സംഭവിച്ചത്, ഞങ്ങളുടെ ബ്രദർ US-ലാണ്. ആൾക്ക് ബ്രീത്തിങ്ങിനൊരു ചെറിയ ഇഷ്യൂ ഉണ്ട്. അപ്പം ഇവിടെ സർജറിയൊക്കെ ചെയ്താണ്, ഇവിടുത്തെ ഒരു പ്രശസ്തമായ ഹോസ്പിറ്റലിൽ സർജറിയൊക്കെ ചെയ്താണ്. അതത്ര ക്ലിയർ ആയില്ലായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെയും അത് റിപ്പീറ്റായി ആ ബ്രീത്തിങ് ഇഷ്യൂ. മൂക്കിൻ്റെ പാലമകത്ത് വളഞ്ഞിരിക്കുന്നതാണ്, അതുകൊണ്ടാണ് ആ ബ്രീത്തിങ് ഇഷ്യൂ വരുന്നത്. അപ്പം ഈ വർഷം 2025 മെയ് 16-ാം തീയതി സർജറി അവിടെ അമേരിക്കയിൽ തന്നെ സർജറി ചെയ്യുവാനായിട്ട് അവർ തീരുമാനിച്ചു. ഞങ്ങളെല്ലാം പ്രാർത്ഥനയിൽ ഓർത്തു. അന്ന് രാവിലത്തെ ഡെയിലി ബ്രെഡിൽ ജോസഫ് അച്ഛൻ പ്രത്യേകം പറഞ്ഞു, ഇന്ന് മൂക്കിന് ഇടത് വശത്ത് സർജറി ചെയ്യുന്ന ഒരാളുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് തുടർച്ചയായിട്ട് വരുമ്പം ഞങ്ങളുടെ കുടുംബം എല്ലാവരും, ഞങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ പേരൻസും എല്ലാം കൃപാസന അമ്മ മാതാവിനോട് മധ്യസ്ഥത കൂടുതൽ യാചിക്കുകയും ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ധ്യാനത്തിലുള്ള എല്ലാ വചനങ്ങളും ഞങ്ങളനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു.